കൂടൽമാണിക്യം വാർത്തകൾ അവസാനിക്കുന്നില്ല, ഇനിയും വരുന്നുണ്ട്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജോലി വിവാദത്തിൽ ബാലുവിനെതിരെ SNDP യൂണിയൻ വിവേചനം നേരിട്ടയാൾ ആദ്യഘട്ടത്തിൽ സഹായം അഭ്യർത്ഥിച്ചെങ്കിലും രേഖാമൂലം പരാതി നൽകിയില്ല എന്ന് യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചേർക്കുളം. പരാതി നൽകിയാൽ ക്ഷേത്രത്തിനു മുന്നിൽ സത്യാഗ്രഹ സമരമടക്കം നടത്തുമെന്നും SNDP യൂണിയൻ വ്യക്തമാക്കി. അതേസമയം കഴകം ജോലികൾ പുനഃസ്ഥാപിച്ചു കിട്ടാനായി കോടതിയെ സമീപിക്കാനാണ് വാര്യർ സമാജത്തിന്റെ തീരുമാനം. ഞങ്ങൾക്ക് റിട്ടേൺ ആയിട്ടൊരു ലെറ്റർ തരാത്തോളം കാലം അദ്ദേഹം ഞങ്ങളുടെ യൂണിയനിൽ പെട്ടതോ ഞങ്ങളുടെ ശാഖയിൽ പെട്ടതോ അല്ല എങ്കിൽ പോലും അദ്ദേഹം ഒരു പിന്നോക്കക്കാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതിൽ യാതൊരു സംശയമില്ല. ഈ ബാലു എന്ന ചെറുപ്പക്കാരൻ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നാൽ മാത്രമല്ലേ ഞങ്ങൾ ഇടപെടലുള്ളൂ, അല്ലാതെ ഞങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സത്യാഗ്രഹം മുതൽ അവിടെ നടത്താൻ തയ്യാറാണ്. പരിപൂർണമായിട്ടും മൂന്നുപുരം SNDP യൂണിയനിലെ എല്ലാ ആളുകളെയും പിന്നോക്കക്കാരെയും KPMSനെ പോലുള്ള പിന്നോക്കക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിവിപുലമായ സമരം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. തൃശ്ശൂരിൽ നിന്ന് ലെവിൻ K. വിജയൻ ചേരുന്നു. ലെവിൻ, കഴിഞ്ഞ ദിവസം തന്നെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഇതേ അഭിപ്രായമാണ് പങ്കുവച്ചത്. ഭയം മൂലമാണ് ഇപ്പോൾ ബാലു പിന്മാറുന്നത്, അതിൻ്റെ ആവശ്യമില്ല, SNDPയുടെ പിന്തുണയുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുന്നു. ഏതായാലും ബാലുവിൻ്റെ ഈ വ്യക്തിപരമായ തീരുമാനം സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തൃപ്തികരമല്ല എന്നുള്ളതാണ് ഈ പുറത്തുവരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതല്ലേ? തീർച്ചയായും ലക്ഷ്മി, അതുതന്നെയാണ്. സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ വലിയ പിന്തുണ നൽകുമ്പോഴും പൊതുസമൂഹത്തിൻ്റെ വലിയ പിന്തുണ ഈ വിഷയത്തിൽ ഉണ്ടാകുമ്പോഴും ബാലി ഒരു പരാതിയുമായി മുന്നോട്ട് വരാൻ തയ്യാറാകുന്നില്ല. ഇതിനെതിരെയാണ് SNDP നേതൃത്വം ഇപ്പോൾ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പരാതി നൽകാൻ ബാലു തയ്യാറാകുന്നില്ല. ബാലു പരാതി നൽകിയാൽ SNDP യൂണിയൻ വിവിധ സംഘടനകളെ ചേർത്തുകൊണ്ട്, പിന്നോക്ക പട്ടികജാതി സംഘടനകളടക്കം ചേർത്തുകൊണ്ട് ക്ഷേത്രത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്താൻ ആലോചിച്ചിരുന്നതാണ്. ബാലുവിൻ്റെ ഒരു പരാതിക്ക് വേണ്ടി മാത്രമായിരുന്നു കാത്തിരുന്നത്. അതുണ്ടായില്ല എന്ന് തന്നെയാണ് SNDP യൂണിയൻ പ്രസിഡന്റ് നമ്മളോട് വ്യക്തമാക്കുന്നത്. ഈ കാര്യത്തിൽ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ അടക്കം അനുമതി നേടിയതാണ് തങ്ങൾ. പക്ഷേ ഈ പരാതിക്കാരൻ ഒരു ഘട്ടത്തിൽ പോലും ആ പരാതിയുമായി ഒരു രേഖാമൂലം ഒരു പരാതി നൽകാൻ തയ്യാറായില്ല. ഈ വിഷയം ഉണ്ടായപ്പോൾ ആദ്യഘട്ടത്തിൽ SNDPയുടെ പ്രാദേശിക നേതാക്കളെ വിളിച്ച് ഇത്തരമൊരു പ്രശ്നമുണ്ട്, ഇടപെടണം എന്ന് ആവശ്യപ്പെട്ട ബാലു പക്ഷേ ഇത് രേഖാമൂലം ഒരു പരാതിയായി നൽകാൻ തയ്യാറായിട്ടില്ല. രേഖാമൂലം പരാതി നൽകാത്തത് കൊണ്ട് സംഘടന എന്നുള്ള നിലയിൽ തങ്ങൾക്ക് ഈ ഘട്ടത്തിൽ പ്രതികരിക്കാനാകില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. സമരം ചെയ്യുന്നതിന് SNDP നേതൃത്വത്തിൻ്റെ അടക്കം പിന്തുണയുണ്ട്. മറ്റ് പിന്നോക്ക സംഘടനകളെ അടക്കം ചേർത്തുകൊണ്ടുള്ള സമരമായിരിക്കും ആരംഭിക്കുക. പക്ഷേ ഈ പരാതിക്കാരനത് മുതിരാത്തടത്തോളം കാലം തങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല എന്നും പറഞ്ഞു വെക്കുന്നു. മറുവശത്ത് കഴകം ജോലികൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനായി ഏതറ്റം വരെയും പോകുമെന്നുള്ള നിലപാടാണ് ഗിരീശൻ മൂർക്കനാട് വാര്യർ സമാജത്തിൻ്റെ സംസ്ഥാന ട്രഷറർ സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകം ജോലികൾക്ക് പാരമ്പര്യ അവകാശമുണ്ടായിരുന്ന തെക്കേ വാര്യത്ത് കുടുംബാംഗങ്ങൾക്ക് തന്നെ മുഴുവൻ സമയവും ഈ ജോലികൾക്ക് അവകാശം നൽകണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷനുമായി മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സർക്കാരിനെതിരല്ല, പക്ഷേ പാരമ്പര്യ അവകാശം എന്നുള്ള നിലയിൽ വാര്യർ സമാജത്തിൻ്റെയും വാര്യർ കുടുംബാംഗങ്ങളുടെയും ഒക്കെ പ്രധാനപ്പെട്ട ആവശ്യമാണിത്. ഇത് എത്രയും വേഗം നടപ്പിലാക്കണം. തുടർ നടപടികളുമായി വേഗത്തിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വാര്യർ സമാജവും ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിലടക്കം ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. ശ്രീനാരായണ ധർമ്മപരിപാലന വേദിയുടെ നേതൃത്വത്തിൽ മാർച്ച് 15-ന് ഈ ക്ഷേത്രത്തിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് നടക്കുന്നുണ്ട്. ഇന്ന് SNDP യൂത്ത് മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്ര പരിസരത്ത് പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും മറ്റ് സംഘടനകളുടെ നേതൃത്വത്തിലും ഇത്തരം പ്രതിഷേധ പരിപാടികൾ നടക്കാനിരിക്കുകയാണ്. പക്ഷേ ഈ വിഷയത്തിൽ അന്തിമമായ ഒരു തീരുമാനം ഇനിയും കൈക്കൊണ്ടിട്ടില്ല. അഡ്മിനിസ്ട്രേറ്ററെ താൽക്കാലികമായി ജോലിയിൽ നിന്ന് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ
നിയമസഭയിൽ ദേവസ്വം മന്ത്രി അടക്കം ഇക്കാര്യത്തിൽ അത് സംബന്ധിച്ചുള്ള അറിയിപ്പും മാറ്റുന്നതായുള്ള നിർദ്ദേശവും ഒക്കെ നൽകിയെങ്കിലും തുടർ നടപടികൾ ഇനിയും വൈകുകയാണ്. കാരണം ബാലുവിൻ്റെ വ്യക്തിപരമായ തീരുമാനം ഈ ജോലിയിൽ നിന്ന് മാറണം, ഓഫീസ് ജോലികളിലേക്ക് മാറണം. ഇതിൽ തുടർന്നാൽ തനിക്ക് ഇനിയും ഇത്തരത്തിലുള്ള വിവേചനം നേരിടേണ്ടി വരുമെന്ന് പറയുമ്പോഴും ബാലു തനിക്ക് ഒരു ഘട്ടത്തിലും ജാതി വിവേചനം അനുഭവിക്കേണ്ടി വന്നതായി തുറന്നു പറയുന്നുമില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ബാലുവിൻ്റെ കത്ത് ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റി ചർച്ചയ്ക്കെടുക്കും. അത് പരിശോധിച്ചതിന് ശേഷമായിരിക്കും വിഷയത്തിൽ തുടർ നടപടികൾ ഉണ്ടാവുക. ഏതായാലും ശക്തമായ പ്രതിഷേധങ്ങൾ തന്നെ വിഷയത്തിലുണ്ടാകുമ്പോഴും പരാതിക്കാരൻ ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലും പരാതി നൽകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ലക്ഷ്മി, ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ